നമസ്തേ. ഞാനൊരു തൃപ്പൂണിത്തുറക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ടി വിയിലും എല്ലാത്തിലും നിറയെ അത്തച്ചമയ ഘോഷയാത്രയുടെ കാര്യങ്ങൾ തന്നെയാണ് എല്ലാ ചാനലിലും. അപ്പോൾ ഒരു തൃപ്പൂണിത്തുറക്കാരി എന്ന നിലയിൽ ഞങ്ങളൊരു സ്വകാര്യ അഹങ്കാരമാണ് അത്തച്ചമയം എന്ന് പറയുന്നത്. അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് രാജാഭരണമായിരുന്നല്ലോ. നമ്മുടെ ഈ തൃപ്പൂണിത്തുറയുടെ പേര് തന്നെ രാജനഗരി എന്നാണ്. രാജനഗരം എന്നുള്ളൊരു പേരുണ്ട്. പിന്നെ ക്ഷേത്രനഗരം, ഒരുപാട് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ രാജാക്കന്മാരുടെ കാലത്ത് രാജാവ് വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണുവാൻ വേണ്ടി എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ അദ്ദേഹം എല്ലാ ജാതി മതഭേദമന്യേ എല്ലാ ജനങ്ങളെയും കാണുന്ന ഒരു അവസരമായിരുന്നു അത്. നാട്ടിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകൾ വന്ന് അവരവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള റോട്ടിൽ നിന്നിട്ട് മഹാരാജാവിനെ, അപ്പോൾ നാട്ടുകാരെ കാണാം, നാട്ടുകാർക്ക് രാജാവിനെയും കാണാനുള്ള ഒരു അവസരമായിരുന്നു ഈ അത്തച്ചമയ ഘോഷയാത്ര. അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ ആ പ്രസക്തി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഇപ്പോഴും അത് നമ്മൾ കൊണ്ടാടുന്നുണ്ട്. ഈ വർഷം വയനാട് ദുരന്തം ഉണ്ടായെങ്കിലും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെയാണ് ഈ അത്തച്ചമയം ഈ വർഷം കൊണ്ടാടുന്നത്. അപ്പോൾ ഇത് ഒരു അത്തപ്പതാക ഉയർത്തും. അത്തം നഗർ എന്ന് പറയുന്നത് ഞങ്ങളുടെ തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടാണ് അത്തം നഗറായിട്ട്. അവിടെ നിന്നാണ് ഈ സംഭവം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ അത് ആരംഭിക്കുന്നത് കൊടി ഉയർത്തുന്നതോടു കൂടിയാണ്. അത്തത്തിൻ്റെ അന്ന് രാജപ്രതിനിധികളാണ് ഇന്ന്. പണ്ട് കൊട്ടാരത്തിൽ നിന്ന് കൊടികൊണ്ടെന്ന് ഉയർത്തലായിരുന്നു. അപ്പോൾ ഇപ്പോഴും രാജപ്രതിനിധികളിൽ നിന്നും ആ പതാക ഏറ്റുവാങ്ങി അതുകൊണ്ടെന്നാണ് നമ്മുടെ പരിപാടികൾ തുടങ്ങുന്നത്. ഒരു 10 മണിയോടുകൂടിയാണ് അവിടുന്ന് പതാക ഒരു 9-9:30 ആ ഒരു 10-നുള്ളിൽ ഉയർത്തും. അതിനുശേഷം 10 മണിയോടുകൂടിയാണ് അവിടുന്ന് ഘോഷയാത്ര ആരംഭിക്കുക. അത് ബോയ്സ് ഹൈസ്കൂളിൻ്റെ കിഴക്കേ ഗേറ്റ് കൂടി വന്നിട്ട് ഏകദേശം ഒരു 3.5-4 കിലോമീറ്റർ ചുറ്റും ആ നഗരം ഒന്ന് ചുറ്റി പ്രദക്ഷിണം വച്ച് അങ്ങനെ കിഴക്കേക്കോട്ട, വടക്കേക്കോട്ട, കിഴക്കേക്കോട്ട, കമ്പ്രേഷൻമുക്ക്, വടക്കേക്കോട്ട, അങ്ങനെ തിരിഞ്ഞ് പൂർവത്രേശം വഴി സ്റ്റാച്യു ജംഗ്ഷൻ വഴി തിരിഞ്ഞ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ പടിഞ്ഞാറ് ഗേറ്റ് വഴി അകത്തേക്ക് കയറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 3-3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം എത്ര മണിക്കൂറാണെന്നറിയാമോ? 1 മണി, 1:30-2 മണിയോട് കൂടിയാണ് ഈ സംഭവം ബോയ്സ് സ്കൂളിലേക്ക് കയറുള്ളൂ. അത്ര സ്ലോവിലാണ്. അപ്പോൾ അതിനകത്ത് ഇനി എന്തൊക്കെ ഉണ്ടാവും? എല്ലാം ഉണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കാണാനായിട്ട് വരും. 10,000-കണക്കിന് ആളുകളാണ് അത്തം ഘോഷയാത്ര കാണുവാനായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ കുട്ടികളുടെ സ്കൗട്ട് ഉണ്ടാവും, പരേഡ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് പരേഡ് ഉണ്ടാവും. നേവിയുടെ കുട്ടികളിങ്ങനെ പരേഡ് നടത്തും. അത് ഭയങ്കര രസമാണ്. ബാൻഡ് മേളങ്ങൾ, അങ്ങനെയൊക്കെ നല്ല ഭംഗിയായിട്ട് കുട്ടികളുടെ ഇതുണ്ടാവും. അതിനുശേഷം നാടൻ കലാരൂപങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പല പല സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന പല പരിപാടികളും ഉണ്ടാവും. തെയ്യം, കുമ്മാട്ടിക്കളി, പുലികളി, അങ്ങനെയുള്ള കളികൾ. പിന്നെ നമ്മുടെ ആദിവാസികളുടെ നൃത്തം, കഥകളി രൂപങ്ങൾ, ഓട്ടംതുള്ളൽ, നമ്മുടെ ആ പഴയ നമ്മുടെ ആ സാംസ്കാരികമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള പല പല കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തൃപ്പൂണിത്തുറക്കാർക്കൊരു ഉത്സവമാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ അത്തച്ചമയം തുടങ്ങുന്നതോടെയാണ് കേരളത്തിലെ ഈ ഓണാഘോഷത്തിൻ്റെ പരിപാടികൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ അങ്ങനെയായി മാറി. സംസ്ഥാനത്തിൻ്റെ തന്നെ ഓണാഘോഷ പരിപാടികളുടെ തുടക്കം തൃപ്പൂണിത്തുറ അത്താഘോഷത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് തൃപ്പൂണിത്തുറക്കാർക്ക് അതൊരു വലിയൊരു, ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു അഭിമാനം തന്നെയുള്ള കാര്യമാണുള്ളത്. നാടിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ അത്തച്ചമയം കാണാൻ വരുന്നത്. അപ്പോൾ അത് പല നിശ്ചല ദൃശ്യങ്ങൾ തന്നെ പല പല കാര്യങ്ങൾ കാണിക്കും. പുരാണ കഥകളിലെ സീനറി കാണിക്കും. ഇപ്പം ഈ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഈ വർഷം ഞാൻ എന്തായാലും കാണാൻ പോയിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വർഷം വരെ പോയി. ഞങ്ങളിതൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ട് മടുത്തതാണ്. ഏകദേശം എന്നാലും വരാവുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാലും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പോയി ആ കണ്ട ഓർമ്മയൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ ലാസ്റ്റ് ഇയറിൽ ഞാൻ പോയിരുന്നു. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ടാബ്ലോസ്, അതായത് നിശ്ചല ദൃശ്യങ്ങൾ പലതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ നമ്മുടെ മനസ്സിലുള്ള കഥകളിലെ ആ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു നേത്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലോ. ഞാൻ അറിയുന്നൊരു ചേട്ടനാണത്. അതാണ് ഞാനതെടുത്തിടാൻ കാരണം. പിന്നെ അപ്പോൾ ഈ ഒരു 2 വാക്ക് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. അത്തച്ചമയം ആയതുകൊണ്ട്, ഫ്രണ്ട്സിനോട്, ഞാൻ തൃപ്പൂണിത്തുറക്കാരി ആയതുകൊണ്ടും
ഈ അത്തച്ചമയത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നിയതുകൊണ്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ അത്തച്ചമയം കണ്ടവരാരെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ മറുപടി പറയുക. പിന്നെ സാധിക്കുന്നവർ വരിക. തൃപ്പൂണിത്തുറ അവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. എരൂരിൽ നിന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. തൃപ്പൂണിത്തുറയിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത സ്ഥലം തന്നെയാണ്. ഞങ്ങൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഈ അത്തച്ചമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. പക്ഷെ നമുക്കതിൻ്റെ വലിയ മതിപ്പൊന്നുമില്ല. പക്ഷേ അത് കാണാൻ ചെല്ലുമ്പോൾ കാണുന്ന ആ ജനങ്ങളുടെ തിരക്ക് കാണുമ്പോഴാണ്, അയ്യോ ഇത്രയും ആളുകൾ ഇത് കാണാൻ വരുന്നോ, നമ്മളുടെ ഈ അത്തച്ചമയം ഇത്രയും ഒരു ഇതാണോ. ഇപ്പം ഈ ചാനലുകളിൽ കൂടി ഇന്നത്തെ വാർത്തകൾ ഇന്ന് മുഴുവൻ അത് തന്നെയുള്ളൂ വാർത്ത. പണ്ടൊന്നും ഇത്രയും പ്രചാരമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ജസ്റ്റ് ഏതെങ്കിലും ഒരു ടാബ് കാണിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് കാണിക്കും എന്നല്ലാതെ അത്തച്ചമയത്തെക്കുറിച്ച് കൂടുതലൊന്നും കാണിക്കാറില്ല. പക്ഷേ ഇന്നിപ്പോൾ ആദ്യം മുതലേ തന്നെ 9 മണി മുതലേ ചാനലുകാർ പ്രക്ഷേപണം തുടങ്ങി കഴിഞ്ഞു ഓരോ കാര്യങ്ങൾ. എന്തായാലും ഞങ്ങൾക്കത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളോട് ഞാനത് പങ്കുവച്ചതിൽ സന്തോഷിക്കുന്നു. താങ്ക് യു.